Okay, page number 177. Listen me. Some men cover their heads with the turbans or caps. The style of tying the turbans differ from Punjab to Rajasthan to Maharashtra and Karnataka. The designs of the caps worn in Kashmir, Uttar Pradesh, Himachal Pradesh and Ladakh are different from each other. There are many tribes living in different parts of our country. They have their own typical dresses and customs. Tribals in Nagaland wear shawls. Each tribe has its own design. നമുക്കറിയാം നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ചില സംസ്ഥാനത്തെ ആൾക്കാരുടെ തലയിൽ എന്തുണ്ടാവും? ടർബൻസ് ഉണ്ടാവും. എന്താ ടർബൻ എന്ന് പറഞ്ഞാല്? ടർബൻസ് മീൻസ് തലപ്പാവ്. കണ്ടോ കണ്ടോ? ഇതിനാണ് നമ്മൾ ടർബൻ എന്ന് പറയാം. തലയെ കെട്ടിയത് കണ്ടോ? ഒന്ന് തലക്കെട്ട്, അതിനെയാണ് നമ്മള് എന്ത് പറയാ? ടർബൻ എന്ന് പറയാം. Some men cover their heads with turbans. അതായത് ചില ആണുങ്ങള് എന്ത് ചെയ്യും? തലയില് തലപ്പാവ് ധരിച്ചിരിക്കും. The style of tying the turban differs from Punjab to Rajasthan to Maharashtra and Karnataka. അതായത് പഞ്ചാബിലെയും രാജസ്ഥാനിലെ കർണാടകയിലും അങ്ങനെ പല സംസ്ഥാനങ്ങളിലെ ആൾക്കാരും പല തരത്തിലായിരിക്കും എന്ത് ടർബൻ കെട്ടുക. കണ്ടോ? ഒരാൾ കെട്ടിയ ടർബനും മറ്റാൾ കെട്ടിയ ടർബനും കണ്ടോ? കണ്ടില്ലേ? രണ്ടാളും ഡിഫറെന്റ് സ്റ്റൈലിലാണ് എന്ത് കെട്ടിയത്? ടർബൻസ് കെട്ടിയിട്ടുള്ളത്. അപ്പൊ some men cover the heads with turbans or caps. The style of tying the caps differs from one state to another. ഒരു സ്റ്റേറ്റിലുള്ള മെൻസ് ടർബൻ കെട്ടുന്നത് പോലെയല്ല മറ്റുള്ള ഒരു സ്റ്റേറ്റിലെ ആൾക്കാർ ചെയ്യാം. അപ്പൊ ടർബൻ കെട്ടുന്നതിലും എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. എന്താ ടർബൻ എന്ന് പറഞ്ഞാല്? തലപ്പാവ്. മറക്കരുത്, ടർബൻ എന്ന് പറഞ്ഞാൽ തലപ്പാവാണ്. അപ്പം രാജസ്ഥാനിലുള്ള ആണുങ്ങൾ ടർബൻ ധരിക്കുന്നത് പോലെയല്ല മഹാരാഷ്ട്രയിലുള്ള ആൾക്കാർ ടർബൻ ധരിക്കുക. അതുപോലെയല്ല കർണാടകയിലുള്ള ആൾക്കാർ ടർബൻ ധരിക്കുക. വ്യത്യാസമില്ലേ? The designs of the caps worn in Kashmir, Uttar Pradesh, Himachal Pradesh and Ladakh are different from each other. അതായത് ക്യാപ്പിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, we discussed. Some men cover their heads with turbans or caps. Then tying the caps in differently. അല്ലെ? പല വ്യത്യാസത്തിലാണ് ക്യാപ്സ് ധരിക്കുക. മാത്രമല്ല അതിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. ക്യാപ്സിന്റെ ഡിസൈനിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. Kashmir, Uttar Pradesh, Himachal Pradesh and Ladakh are different from each other. കാശ്മീരിന്റെ ടർബനിലുള്ള ഡിസൈനിലല്ല ആർക്കുണ്ടാവുക? ഉത്തർപ്രദേശിലെ ആൾക്കാരുടെ ടർബന്റെ ഡിസൈന്. അതുപോലെയല്ല ഹിമാചൽ പ്രദേശിലുള്ള ആൾക്കാരുടെ ടർബന്റെ ഡിസൈൻ. അതുപോലെയല്ല ലഡാക്കിലെ. അപ്പൊ ഓരോ സ്റ്റേറ്റിലെങ്കിലും ഓരോ സ്ഥലത്തെയും ആൾക്കാർ ടർബൻ കെട്ടുന്നതിലും വ്യത്യാസമുണ്ട്, ടർബന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞെന്താ? Some men cover their heads with turbans or caps. Turbans means തലപ്പാവ്. Then tying the turbans differs from one state to another. And the design of the turban is entirely different from one state to another. മനസ്സിലായോ? Okay. Next paragraph. There are many tribes living in different parts of our country. They have their own typical dresses and customs. Tribals in Nagaland wear shawls. Each tribe has its own design. അതുപോലെ ഈ ഏരിയയിലൊക്കെ എന്തുണ്ട്? ട്രൈബൽസ് ഉണ്ട് അല്ലെ? ട്രൈബൽസ് ഉണ്ട്. ആ ട്രൈബൽസിനൊക്കെ എന്തുണ്ട്? Each tribal has typical dress and customs. അത് ഓരോ ട്രൈബൽ പീപ്പിളിനും ഓരോ ഒരു ഗ്രൂപ്പ് ഓരോ ട്രൈബൽസ് ഇല്ലേ? ആ ട്രൈബൽസിനൊക്കെ അവരുടേതായ ടിപ്പിക്കൽ ഡ്രസ് ഉണ്ട്. അവരുടേതായ ഓരോ ഡ്രസ്സിന്റെ സ്റ്റൈൽ ഉണ്ട്. മാത്രമല്ല എന്താണ്? കസ്റ്റംസ്, ആചാരങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണം പോലെയാണോ കർണാടകയിലെ കല്യാണം? അല്ല. അതുപോലെയാണോ പിന്നെ മഹാരാഷ്ട്രയിലെ കല്യാണം? അല്ല. വ്യത്യാസം ഉണ്ടല്ലേ? അപ്പൊ അതുപോലെ കേറിക്കൂടൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പോലെയല്ല എന്ത് വേറൊരു സംസ്ഥാനത്ത് ഉണ്ടാവും. അപ്പൊ എല്ലാം എന്താണ്? നമ്മളെല്ലാം യൂണിറ്റിയിലാണെങ്കിലും കുറെ ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ? അല്ലേ? നമ്മുടെ കസ്റ്റംസിലൊക്കെ ഒരുപാട് ഡൈവേഴ്സിറ്റി കാണുന്നുണ്ട്. യെസ്. The tribals in Nagaland wear shawls. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ട്രൈബലിന്റെയും ഡ്രസ്സിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നാഗാലാൻഡിലെ ട്രൈബൽസ് എന്ത് ധരിക്കും? ഷോള് ധരിക്കും. എല്ലാ ട്രൈബൽസിന്റെയും ഡ്രസ് കോഡ് വ്യത്യാസമാണ്, അവരുടെ കസ്റ്റംസ് വ്യത്യാസമാണ്, ഒക്കെ വ്യത്യാസമാണ്. അതുപോലെ നാഗാലാൻഡിലെ ട്രൈബൽസിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെന്താണ്? ഡ്രസ്സിന്റെ കൂടെ ഷോള് ധരിക്കും. Each tribe has its own design. അതുപോലെ അവരുടെ ഷാളിന് എന്തിന്റെ വ്യത്യാസം?
ആ ഓരോ ട്രൈബ്സിനും അവരുടേതായ ഷാളിന് അവരുടേതായ ഡിസൈൻ ഉണ്ട്. ഈച്ച് ട്രൈബ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസൈൻ. എന്താ അലനെ? അലൻ യെസ്, അൺമ്യൂട്ട് ചെയ്ത മോനെ. വായിക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്താ മോനെ? മിസ് 5 പ്രാവശ്യം വായിക്കണം എന്ന് പറഞ്ഞായിരുന്നു. വായിച്ചില്ലേ? വായിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ടർബൻസിനെ കുറിച്ച് പറഞ്ഞു. എന്താ ടർബൻസ് എന്ന് പറഞ്ഞാല്? ടർബൻസ് മീൻസ് തലപ്പാവ്, തലയിൽ ധരിക്കുന്ന അതിനെയാണ് നമ്മൾ ടർബൻ എന്ന് പറയാം. Some men cover their heads with turban. Turbans means caps. Turbans or caps. The style of tying caps in differ from one state to another. And its design is entirely different from one another. അതായത് അതിന്റെ ഡിസൈൻ, ആ ക്യാപ്സിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ട്രൈബ്സിന്റെ കാര്യം അല്ലെ? ഈച്ച് ട്രൈബ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ടിപ്പിക്കൽ ഡ്രസ്സസ് ആൻഡ് കസ്റ്റംസ്. ഓരോ ട്രൈബിനും അവരുടേതായ ആചാരങ്ങളുണ്ട്, അവരുടേതായ ഡ്രസ് ഉണ്ട്. മാത്രമല്ല നാഗാലാൻഡിലെ ദ ട്രൈബൽസ് ഇൻ നാഗാലാൻഡ് വിയർ ഷോൾസ്. നാഗാലാൻഡിലെ ട്രൈബൽ പീപ്പിള് ഷോൾ ധരിക്കും. അവരുടെ ഷോൾ, ഓരോ ട്രൈബൽ പീപ്പിളിന്റെയും ഷോളിൽ എന്തുണ്ട്? ഡിസൈനിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ മക്കളെ? മനസ്സിലായിരുന്നു? മിസ്സിന് തമ്പ് തന്നെ. ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് today's class, show your thumb like this. Okay, good. Okay, next one, page number 178. Dresses for special occasions. Dresses for special occasions. Listen. On special occasions like weddings, people wear formal dresses. These include saris of brocade and silk, suits with ties, sherwanis, etc. Women wear gold and silver jewelry. Brides and bridegrooms too wear special dresses. Many Indian clothes like Banarasi saris, Pashmina shawls, Patola saris, Chigan kurtas and Rajasthani lehengas are popular all over the world. നമുക്കറിയാം, ഒരു കല്യാണം അല്ലെങ്കിൽ ഒക്കേഷൻ ഒക്കെ വരുമ്പോ നമ്മൾ എന്താണ്? സ്പെഷ്യൽ ഡ്രസ് ആണ് ധരിക്കുക അല്ലെ? നമുക്കറിയില്ലേ? കല്യാണത്തിന് നമ്മൾ എന്നും വീട്ടിൽ ധരിക്കുന്ന പോലത്തെ ഡ്രസ്സാണോ കല്യാണത്തിന് ധരിക്കുക? ആണോ? അല്ല. നമുക്കന്ന് സ്പെഷ്യൽ ഡ്രസ് ഉണ്ടാവും. അന്നത്തെ ഫുഡിലും പിന്നെ അതുപോലെ നമ്മുടെ ഡ്രസ്സിലും. പിന്നെ അത് മാത്രമല്ല, എന്താണ് കല്യാണത്തിന് പോയാൽ നമ്മൾ ആദ്യം എന്താ നോക്കുക? ആ പെണ്ണിന്റെ കഴുത്തിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടോ നോക്കും അല്ലെ? അവൾക്ക് എത്ര സ്വർണ്ണ ഉള്ളത്, അവളുടെ ഡ്രസ്സിന്റെ കളർ എന്താ, അവൾ എത്രമാത്രം മുല്ലപ്പൂ ധരിച്ചിട്ടുണ്ട് അല്ലെ? അവിടുത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ എങ്ങനെയുള്ള ഡ്രസ്സാണ് ഇട്ടത് എന്നൊക്കെ നോക്കാറില്ലേ? ഇല്ലേ? അപ്പൊ ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ലൈക്ക് വെഡിങ്സ് പീപ്പിൾ വിയർ ഫോമൽ ഡ്രസ്സസ്. അതായത് നമ്മൾ കല്യാണം ഒക്കെ വരുമ്പോൾ നല്ല ഫോമൽ ഡ്രസ്സ്, കുറച്ച് വില കൂടിയ നല്ല എന്താ പറയാ കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ധരിക്കുക. മാത്രമല്ല എന്ത് ധരിക്കും? സ്വർണം ധരിക്കും അല്ലെ? ഗോൾഡ് ധരിക്കും. ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ധരിക്കും. അതോടൊപ്പം മുല്ലപ്പൂ അണിയും. ഇതൊക്കെ ചെയ്യാറില്ലേ? പിന്നെ ദീസ് ഇൻക്ലൂഡ് സാരീസ് ഓഫ് ബ്രൊക്കേഡ് ആൻഡ് സിൽക്ക്. അതായത് ലേഡീസ് ആണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്താ ധരിക്കുക? നല്ല സിൽക്ക് സാരി അല്ലെ? പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ ലഹങ്കയൊക്കെ ഇല്ലേ? ചില ആൾക്കാര് എന്താ പറയാ സാരിക്ക് പകരം ഒരു വലിയ പാവാടയും ബ്ലൗസ് ഒക്കെ ധരിച്ചതിന് ഷോളൊക്കെ ചുറ്റിട്ട് കാണുന്നില്ലേ? അങ്ങനെ ഡ്രസ്സ് ധരിക്കും. ആണുങ്ങൾ എന്താ ധരിക്കുക? ചില ആണുങ്ങൾ നല്ല ഷർട്ടും നല്ല മുണ്ടായിരിക്കും. ചിലവരോ നല്ല സ്യൂട്ട്സ് ആയിരിക്കും. സ്യൂട്ടും കൈയൊക്കെ കെട്ടിയിട്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മളെ ഒക്കേഷൻ അല്ലെങ്കിൽ വെഡിങ്സിനൊക്കെ നമ്മളെ ഡ്രസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഒരുപാട് ജ്വല്ലറി ഉപയോഗിക്കും അവര് അല്ലെ? Many Indian clothes like Banarasi saris, Pashmina shawls, Patola saris, Chigan kurtas and Rajasthani lehengas are popular all over the world. ലോകത്തിലെ പ്രശസ്തമായ കുറെ ഡ്രസ്സിന്റെ പേര് പറയുന്നുണ്ട് അല്ലെ? ഫേമസ് ഡ്രസ്സസ് ആർ ബനാറസി സാരീസ്. നമുക്കറിയാം ബനാറസി സാരി നല്ല വിലപിടിപ്പുള്ള സാരി. ബനാറസി നല്ല തുണിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലെ? നല്ല സാരിയാണ് ഇത് ബനാറസി സാരി. അതുപോലെ പഷ്മിന ഷോൾസ്, പട്ടോല സാരീസ്, കല്യാൺ സിൽക്സ് എന്നൊക്കെ പറയുന്ന പോലെ പട്ടോല സാരീസ്, അത് വേറൊരു ടൈപ്പ് സാരിയാണ്, നല്ല സാരിയാണ്. ചിഗാൻ കുർത്താസ്, പിന്നെ രാജസ്ഥാനി ലെഹങ്കാസ്. These are famous dresses in the world. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? മിസ് ഒന്നും കൂടെ പറയുന്നിടത്ത കാര്യങ്ങള് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ടെക്സ്റ്റിൽ നോക്കരുത്, മിസ്സിനെ നോക്ക്.
നമ്മൾ എടുത്ത കാര്യങ്ങൾ ടർബൻ എന്താന്ന് പറഞ്ഞു, പിന്നെ ഡ്രസ്സസ് എന്താന്ന് പറഞ്ഞു അല്ലെ, ഒക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്താന്ന് പറഞ്ഞു. ടർബൻ എന്ന് പറഞ്ഞാൽ തലക്ക് കെട്ടുന്ന തലപ്പാവിനെയാണ് നമ്മൾ ടർബൻ എന്ന് പറയാ. സം men cover their head with turbans or caps അല്ലെ. The style of tying these caps are very different from one place to another, one stage to another. പിന്നെ each people has its own design. ഓരോ ടർബനും അതിൻ്റെതായ എന്താ സ്റ്റൈൽ ഉണ്ട്, കെട്ടുന്നതിന് ഓരോ സ്റ്റൈൽ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ട്രൈബ്സിന് അവരുടേതായ ഡ്രസ് സ്റ്റൈൽ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അല്ലെ, ഓരോ ട്രൈബ്സിന്റെ ഡ്രസ് കണ്ടിട്ടില്ലേ? കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? ട്രഡീഷണൽ ഡ്രസ് ട്രൈബ്സിന്റെ നോക്കിയാട്ടെ, കണ്ടോ? നിങ്ങൾ ആനിമൽ പ്ലാനറ്റ് ഒക്കെ എടുത്ത് നോക്കിയാണ്, ആനിമൽ പ്ലാനറ്റും ഡിസ്കവറി ഒക്കെ കാണുമ്പോൾ ഒരുപാട് ട്രൈബ്സിനെ ഇടയ്ക്ക് കാണാറില്ലേ? അവരുടെ ഡ്രസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ ട്രൈബ്സിനും അവരുടേതായ ഡ്രസ് കോഡ് ഉണ്ട്, ടിപ്പിക്കൽ ഡ്രസ് ഉണ്ട്. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഒക്കേഷൻ അല്ലെങ്കിൽ വെഡിങ്ങിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഡ്രസ്സാണ് ഉപയോഗിക്കുക. അതായത് സാധാരണ നമ്മൾ ഉടുക്കുന്ന ചുരിദാറൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കുന്ന പെണ്ണിന് സാധാരണ ചുരിദാറൊക്കെ ഇടുവോ? ഇല്ല അല്ലെ. നല്ല സാരി അല്ലെങ്കിൽ നല്ല ലഹങ്ക അങ്ങനെയുള്ള ഡ്രസ്സാണ് ഇടുക. അതുപോലെ കല്യാണം കഴിക്കുന്ന ചെക്കനാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല സ്യൂട്ട് കേസും അല്ലെങ്കിൽ നല്ല പാന്റ് ഷർട്ടും ടൈയൊക്കെ കിട്ടി അല്ലെ, ഒരുപാട് ജ്വല്ലറി ഒക്കെ ധരിച്ച ലേഡി ആയിരിക്കും. പെൺകുട്ടിക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്ത് കുറെ മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്തുള്ള പരിപാടിയാണല്ലേ. അപ്പൊ ഒക്കേഷൻ സമയത്തും വെഡിങ്ങിന്റെ സമയത്തൊക്കെ സ്പെഷ്യൽ ഡ്രസ്സാണ് നമ്മൾ ധരിക്കുക. അതിൽ ഫേമസ് ആയ കുറെ ഡ്രസ്സിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താ ഫേമസ് ആയ ഡ്രസ്സിന്റെ പേരെന്തൊക്കെയാ? ബനാറസ് സാരീസ്, പഷ്മിന ഷോൾസ്, പട്ടോല, രാജസ്ഥാനി ലഹങ്ക etc. are the famous dresses in India. Special dresses or formal dresses. ഇതൊക്കെ എന്താണ്? ഫോമൽ ഡ്രസ്സസ് ആണല്ലേ. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഈ ലെസൺ മനസ്സിലായൊരു മിസ്സിനൊന്ന് തമ്പ് തന്നെ. കള്ളത്തരം പറയരുത്. മനസ്സിലായ മാത്രമേ മനസ്സിലായി എന്ന് പറയാൻ പാടുള്ളൂ. എനിക്കിത് മനസ്സിലായി മിസ് എന്നുള്ളവരൊന്ന് കൈ തന്നെ. സിദ്ധാന്ത് ഹാവ് അണ്ടർസ്റ്റുഡ്. ആദിത്യ ഓൾസോ. സന, ടോഷിൻ, ബെനീറ്റ, റിലു, ആസിയ, അലൻ, ജെവിൻ, പിന്നെ ആരായിരുന്നു? മുഹമ്മദ്. ജുവലിന് മനസ്സിലായോ? നിത, ആരാധ്യ, പിന്നെ മുഹമ്മദ് ഷാനെ മനസ്സിലായില്ലേ മോനെ? അലൻ പി സാംസൺ, ഷഹ്മ, ഹസ്ന, ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ, ആരോൺ കെ ജിത്ത്, ആരോൺ, ഫാത്തിമത്ത്, ഷഹ്മ. ഓക്കെ, ഗുഡ്. അപ്പൊ മക്കളെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാലോ? Who read the textbook loudly? Who is ready to read? Who is ready to read? Aradhya, please read the lesson. Aradhya Prajit. Unmute ചെയ്തേ മോളെ ആരാധ്യ. Unmute ചെയ്തേ. Okay, you can read. ആദ്യം തൊട്ട് വായിക്കണേ, ഫസ്റ്റ് മുതല്. People in different parts of our country wear different clothes. This depends on the climate and culture of that place. The climate of a place determines type of clouds. People were at different time of the year. People living in cold regions wear thick woolen clothes. While those living in warm areas wear light cotton cloths. Okay.
Stop. Please stop there. Next one, Aditya KV. You can read the second paragraph. Aditya KV. Aditya. മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആദിത്യ അൺമ്യൂട്ട് ചെയ്ത. ഓക്കെ, അൺമ്യൂട്ട് ആയില്ല. മ്യൂട്ടാണ്. യെസ്. കോമൺ ഡ്രസ്സസ്. കോമൺ ഡ്രസ്സസ്. ഇന്ത്യ കോമൺ വായിക്ക് നിർത്തി. കോമൺ ഡ്രസ്സസ്. ഇന്ത്യ ഇന്ത്യൻ വിമൻ. വുമൺ അല്ല. വുമൺ എന്താ സ്പെല്ലിംഗ്? WOMAN ആണ്. വുമൺ. ഇത് വിമൻ ആണ്. WOMEN. വുമൺ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, ഒരു സ്ത്രീയേ ഉള്ളൂ. വിമൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ. ഇന്ത്യൻ വിമൻ വിയർ dresses. Some dresses are മിസ് വായിപ്പിക്കാട്ടോ. common and people പോപ്പുലർ wear throughout the country. Sarees. Salwar kameez. Salwar kameez. Salwar kameez. Trousers. Shirts and kites. And skirts. മോനെ are about on the by the people. Women people ഇല്ല. കണ്ടില്ലല്ലോ മോൻ. എവിടെ എത്തി? women all over India. അടിച്ചു പറയും. All over India. Okay. The sari is the most common dress. It is worn in different ways in different areas. Different areas. We can guess the state to which a woman belongs from the way she wears her sari. Sari. Okay. Please stop there. You next one. Alan P. Sampson. ആസിയത്തിനെ വായിപ്പിക്കാട്ടോ. ആസിയനെ വായിപ്പിക്കാം. Alan P. Sampson. You can read now. Next sentence. Indian men also wear മുതൽ.
ആദ്യത്തെ എവിടെയാ നിർത്തിയത്? അൺമ്യൂട്ട് ചെയ്തേ മോനെ അലനെ. യെസ്. ഒന്ന് ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഡ്രസ്സസ് അക്രോസ് ഡിസൈൻ റീജിയൻസ് മുതൽ വായിച്ചേ. ഡ്രസ്സസ് അക്രോസ് റീജിയൻസ്. ഡ്രസ്സസ് അക്രോസ് റീജിയൻസ്. The material of clothes. Material of the cloth, style And designs dresses differ from place to place. Some dresses are worn by the people of certain areas only. Certain areas only. Some popular dresses of women are okay, stop there. Please stop, Alan. Next one, Asia Safa. You can read now. Some popular dresses of women are a long wool kurta called Firan is Kashmir. Salwar kameez with dupatta in Punjab and in other states of North India. Gagra kurta with odni in Haryana. Gagra Katli in Rajasthan. Lehanga choli in Gujarat. Mundu blouse in Kerala. Sari blouse and pavadai a long skirt in Tamil Nadu. Meghala sadar in Assam. Fanek in Manipur. Okay, stop there, Asia, please stop there. Next one, Avani Mahesh undo? Avani Mahesh. Yes, Avani, you can read. Unmute ചെയ്തേ മോളെ Avani. The dresses of men also vary from kids to kids. Men usually അലനെ ഞാൻ വായിപ്പിക്കാം കൈ പൊക്കണ്ട മോനെ വായിപ്പിക്കാം. അലൻ മാത്യു വായിപ്പിക്കാം മിസ്. Men usually wear Punjab. എവിടെ എത്തി മോളെ? Men usually wear kurta with pajama. Kurta with pajama. Churidar, dhoti and lungi. Men's lungi is called veshti. In in Tamil Nadu and mundu in Kerala.
Dandi in Kerala. Okay, Avani. Next one. Fatimath Sana undo? Fatimath Sana? Illalla. Okay. Fatimath Shahma K illa. Next one Fatimath Shahma V. Fatimath Shahma V. Evide? Shahma. Yes. Unmute ചെയ്തേ മോളെ. Shahma V. Okay. വായിച്ചോ. വായിക്ക്. മിസ് എവിടുന്ന് മുതല് എവിടെയാ നിർത്തിയത്? ചുരിദാർ ഈസ് വോൺ വിത്ത് കുർത്ത. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന് പറയാറില്ലേ എപ്പോഴും മിസ്? ചുരിദാർ ഈസ് വോൺ വിത്ത് കുർത്ത മുതല്. കണ്ടില്ല അല്ലേ? ദാ ഇവിടെ ചുരിദാർ വിത്ത് കുർത്ത. and Angarkha in Rajasthan. And with a jacket in Gujarat. And jacket In Gujarat. Dhoti is worn. With kurta in Assam. വായിക്കാം. അമ്മയുടെ വായിപ്പിക്കണേ മോനെ. അമ്മയോട് പറയണേ വായിപ്പിക്കാൻ കേട്ടോ. ഫാത്തിമ കൊറേ പ്രാവശ്യം വീട്ടിൽ നിന്ന് വായിക്കാട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ഹസ്ന ഷെറിൻ. ഹസ്ന. യെസ്. വായിച്ചോ മോളെ. അൺമ്യൂട്ട് ചെയ്തേ. ഹസ്ന അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. Some and men cover their heads with bands of caps. The style of tying the turban Punjab to Rajasthan to Maharashtra and Karnataka. The designs of the cap on in Kashmir, Uttar Pradesh, Himachal Pradesh, and different each other. They are made
Okay, please stop there. Mone, please stop there. Sorry, Hasna, please stop there. Next one. Jewel Rose. Jewel. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്തേ. Jewel. Many There are many living in the different part of our country. They have their own typical dresses and customs. Tribals in Nagaland wear shawls. Each Tribe has its own design. Okay, മക്കളെ ടൈം കഴിയാനായി. ഇന്ന് ജോമലിനെ വരെയല്ലേ വായിപ്പിച്ചത്. നാളെ ജൂലിയറ്റ് മുതൽ തുടങ്ങാം കേട്ടോ. അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിയാണ് മിസ് വായിപ്പിച്ചത്. എന്താ അലനെ? അലൻ പറഞ്ഞോ, എന്താ മോനെ? വായിപ്പിക്കാം മോനെ. ഇന്ന് അറ്റൻഡൻസ് നോക്കിയാണ് മിസ് വായിപ്പിച്ചാല് ചില കുട്ടികളെ മിസ് ചെയ്ത് പോകൂലേ. അപ്പൊ ഓർഡറിൽ വായിപ്പിച്ചതാണ്. ഇന്ന് രജിസ്റ്റർ നോക്കിയാണ് മിസ് വായിപ്പിച്ചത്. അടുത്ത ദിവസം ബാക്കിയുള്ള കുട്ടികളെ വായിപ്പിക്കൂട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം കഴിയാനായി. എല്ലാവരും വീട്ടിലിരുന്ന് വായിക്കണേ. ഒരുപാട് ടൈംസ് വായിക്കാം. അടുത്ത ദിവസം ജൂലിയറ്റ് മുതൽ വായിപ്പിക്കാം. ജോമലിനെ വരെ ഇന്ന് വായിപ്പിച്ചു. 12 കുട്ടികളെ ഇന്ന് വായിപ്പിച്ചു. ബാക്കിയുള്ള കുട്ടികളെ നാളെ വായിപ്പിക്കൂട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു. ഓക്കെ, ബൈ ബൈ.